Hi friends, welcome to my new video. ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള സജീവേട്ടനും ചിത്രയും മക്കളുമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇന്ന് അവർ ഉച്ചയ്ക്കാണ് എത്തുന്നത്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 7 വർഷമായിട്ട് പരിചയമുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ ഉച്ചയ്ക്ക് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോയേ. അപ്പോൾ ആദ്യം നമ്മൾ പോയത് സ്റ്റുഡിയോയിലേക്കാണ്. സ്റ്റുഡിയോയിൽ പോയി മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി പോയതാണ്. പക്ഷേ ഞങ്ങൾ ഡ്രസ്സ് എടുത്തു കേട്ടോ. അപ്പോൾ മക്കൾ അവിടെ ഓടി നടക്കുകയും അങ്ങനെ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇവർ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്, ഇവർ 3 പേരും. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനിടയിൽ കൂടി തന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മക്കൾക്ക് ഡ്രസ്സ് എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ചിത്രയും കൂടി ഡ്രസ്സ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നോക്കുമായിരുന്നു എവിടെ പോവാന്ന്. അപ്പോൾ സ്റ്റുഡിയോയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് പാർക്കൊക്കെ ആണല്ലോ ഇഷ്ടം, ബീച്ചും പാർക്ക്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, വേളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വേളിയിലേക്ക് പോവാണേ. അവിടെ എത്തിയതും കുട്ടികൾ അവരുടെ പരിപാടി തുടങ്ങി. അവർ ഇഷ്ടപ്പെട്ട റൈഡിലൊക്കെ കയറാൻ തുടങ്ങി. കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചകളായിരുന്നു വേളയിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പോകാൻ പറ്റുന്ന ട്രെയിനും അതുപോലെ ഒരുപാട് റൈഡുകളും ഊഞ്ഞാലും സ്ലൈഡറും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങളും ഇതെല്ലാം നോക്കി ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും ചിത്രയും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം കണ്ണമ്മോനാണ് ഫോട്ടോസൊക്കെ എടുത്തിരുന്നത്. റയാൻ ശാന്തമായി ആസ്വദിക്കുകയാണ് കായല്. അതിന്റെ അടുത്ത് തന്നെ പോകുന്നല്ലേ. പട്ടി പേടിച്ച് കഴിഞ്ഞിട്ട് പോയി. കുതിരയൊക്കെ ഉണ്ട് കേട്ടാ. പൊന്നു ടാറ്റോട് ടാറ്റോട് ഓട് ഓട് പതുക്കെ പതുക്കെ. അങ്ങനെ കുറേ നേരം പാർക്കിലൊക്കെ ഇരുന്ന ശേഷം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയേ. ഐസ്ക്രീമൊക്കെ കഴിക്കാൻ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമൊക്കെ പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വിചാരിച്ചു ബോട്ടിൽ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ബോട്ടിൽ പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് അതിന് ശേഷം ഞങ്ങൾ വെയിറ്റ് ചെയ്യണമായിരുന്നു കുറേ നേരം. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കുടിച്ചതിന് ശേഷം ബോട്ടിങ്ങിന് വേണ്ടി ആ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ കുട്ടീസൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. ബോട്ടിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അവർക്ക്. അങ്ങനെ അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇടാവുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ആദ്യം മക്കളാണ് എല്ലാം ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ വെച്ചെടുത്തു. എന്നിട്ട് ബോട്ടിലേക്ക് കയറി കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും വേളിയിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ബോട്ടിങ്ങിന് പോകണം. നല്ല നല്ല കാഴ്ചകളാണ്. നമ്മൾ ആ ഒരു ബീച്ചിൻ്റെ സൈഡ് വരെ കൊണ്ടുപോകും അവർ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട ശേഷം എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ബോട്ടിലേക്ക് കയറിയത്. അപ്പോൾ ഇത്ര നമ്പേഴ്സ് റെഡി ആണെങ്കിൽ മാത്രമേ, അത്രയും നമ്പറിൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അവർ ബോട്ടിൽ കയറ്റത്തുള്ളൂ ആ സമയത്ത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മളത് ആ നമ്പേഴ്സ് ആവണ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കയറാൻ പറ്റിയേ. എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. അതൊരു ടാസ്ക്കാണ്. നമ്മൾ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു രീതിയാണ്. എങ്കിലും അത് അത്യാവശ്യമാണല്ലോ. അങ്ങനെ എല്ലാവരും കുട്ടികൾക്ക് ഉൾപ്പെടെ പ്രത്യേകം സൈസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടു. അതിനുശേഷം ഞങ്ങൾ ബോട്ടിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അസ്വസ്ഥത ഇത്. അപ്പു 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 സേ അമ്മേ നോക്കടാ. ടണൽ
അപ്പോൾ ആവശ്യത്തിൽ റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ട്രെയിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേരൊക്കെ കണ്ടുപിടിച്ചു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്താണ് പോകുന്നത്. നമ്മളെ സൈഡിലോട്ടല്ലേ? നമ്മളെ സൈഡിലോട്ട്. അവിടെ നിന്നാ കയറിയ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോവാണ്. ഇതാ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കടലും കായലും ഒക്കെ ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ വരെ പോയതിന് ശേഷം തിരിച്ചു വരും കേട്ടോ. അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കാഴ്ചകളായിരുന്നു. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ബോട്ടിംഗ് ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ വളരെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത ബോട്ടിങ് കഴിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു ഇതായിരുന്നു, കാരണം അവർക്ക് ഇത് തീർന്നു പോകുന്നത് ഇഷ്ടമല്ലല്ലോ. കുറേ കൂടി ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ തോന്നിപ്പോയി. എനിക്കും ബോട്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ജാക്കറ്റ് നമ്മൾ എടുത്തെടുത്ത് തന്നെ തിരിച്ചേൽപ്പിക്കണം, കുറച്ച് ഫ്രണ്ടിലോട്ട് അവിടെ എത്തിക്കണം. അങ്ങനെ അവിടെ എല്ലാം കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അങ്ങ് ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞങ്ങൾ അതുവഴി നടന്നിങ്ങനെ പോവാണ്. ബീച്ചിലോട്ടും കൂടെ ഒന്ന് പോയതിന് ശേഷം വേറെ ഏതെങ്കിലും നമ്മൾ ട്രിവാൻഡ്രം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ വേളി ഫുള്ളൊന്ന് കണ്ടതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടികളെ അവിടെ കിടന്ന് ഓടി ചാടി മറിഞ്ഞു. പിന്നെ ഞങ്ങൾ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വഴിയാണല്ലോ ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ അത് അവിടെ കൂടെ പോവാണേ. നല്ല രസമുണ്ടായിരുന്നു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ പക്ഷെ അവർ ഓടി വീഴാനും ചാൻസ് ഉണ്ടേ, അങ്ങനത്തെ ഒരിതും കൂടി. അപ്പോൾ പൊന്നൂനെ തോളത്ത് കയറ്റി ചേട്ടൻ. പിന്നെ അപ്പൂസ് ഞങ്ങൾക്ക് പിടിപോലും തരാതെ മുന്നേ ഓടുന്നുണ്ടേ, അപ്പൂസും കണ്ണനും കൂടെ. അങ്ങനെ ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ കയറി ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ബീച്ച് എത്താറായി. ബീച്ചിലെ വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.